കെ വി സുമേഷ്, പ്രതിപക്ഷത്തെ വല്ലാതെ പ്രകോപിപ്പിക്കുക എന്ന നിങ്ങളുടെ സ്ട്രാറ്റജിയാണോ ഇന്ന് നിയമസഭയിൽ കണ്ടത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, സ്പീക്കർ അതിന് ചട്ടം ഉദ്ധരിച്ച് മറുപടി പറയുന്നു, അതവിടെ കഴിയേണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആക്ഷേപിക്കുകയാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രയും നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല എന്ന് പോലും പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പുറത്തു പോയതിനു ശേഷവും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നോ നിങ്ങളുടെ തന്ത്രം? ഒരിക്കലും അല്ല. ബഹുമാന്യനായ ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹം വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു നിയമസഭാ സാമാജികനാണ്. പക്ഷെ ഇന്ന് പ്രതിപക്ഷത്തിന് അടിമുടി താളം തെറ്റി. ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ്റെ വിഷയമാണ് പ്രധാനമായിട്ട് വന്നത്. ശക്തറാം കൗളിൻ്റെ 504 നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഉദ്ധരിച്ചുകൊണ്ട് സ്പീക്കറുടെ ഡിസ്ക്രിഷണറി പവറും വിശദീകരിച്ചുകൊണ്ട് സ്പീക്കർ അതിലൊരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ സാധാരണയിൽ അത് ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നേരെ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗത്തിൽ സ്പീക്കറുടെ പദവിയെ മോശമായി ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സ്വാഭാവികമായും സ്പീക്കറെ ആക്ഷേപിച്ചപ്പോൾ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷും അതോടൊപ്പം മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതിനു മുമ്പ് വേറൊരു പ്രകോപനം ഉണ്ടായി. സ്പീക്കർ ചെയറിലിരുന്നുകൊണ്ട് ആരാണ് പ്രതിപക്ഷ നേതാവ്? കുറെ പ്രതിപക്ഷ നേതാക്കളുണ്ടോ? ആരാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അവിടെ പ്രകോപനം ഉണ്ടാവും. അതാണ് പറഞ്ഞത്. ശ്രീ മൂവാറ്റുപുഴ അംഗം ശ്രീ മാത്യു കുഴൽനാടൻ ഒരു നേരെ പ്രതിഷേധമായി സ്പീക്കർക്ക് മുന്നിലേക്ക് വരുന്നു. എല്ലാവരും വരുന്നു, പ്രതിപക്ഷ അംഗങ്ങൾ ആകെ വരുന്നു. എല്ലാവരും വന്ന് സ്പീക്കറുടെ നേരെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ്റെ വിഷയം പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ഘട്ടത്തിൽ അംഗങ്ങൾ സീറ്റിലേക്ക് പോയിരുന്ന മൈക്ക് തരാം എന്ന് നമ്മുടെ സ്പീക്കർ പറയുന്നു. സ്പീക്കർ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ പോയി. പക്ഷേ ശ്രീ മാത്യു കുഴൽനാടൻ അവിടെ നിന്ന് സ്പീക്കറുമായിട്ട് വലിയ തർക്കമാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിക്കുന്നത്, 2-3 പേര് അവിടെ നിൽക്കുന്നുണ്ട്, ആരാണ് പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ ആരാണ് എന്ന ചോദ്യം സ്പീക്കറുടെ സ്വാഭാവികമല്ലേ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് സംസാരിക്കുന്നു. എല്ലാവരോടും സീറ്റിലേക്ക് പോകാൻ പറയുന്നു. എല്ലാവരും സീറ്റിലേക്ക് പോയാൽ മൈക്ക് അനുവദിക്കാമെന്ന് പറയുന്നു. അപ്പോൾ മാത്യു കുഴൽനാടൻ അവിടെ നിന്ന് സ്പീക്കറുമായിട്ട് വലിയ നിലയിൽ തർക്കിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിക്കുന്നത്, ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടോ, ആരാണ് ലീഡർ എന്ന് ചോദിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടൊരു സഭയിൽ നടക്കുന്ന കാര്യമാണ്. ആ ചോദ്യത്തെയാണ് പ്രകോപിതനായി പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ ആക്ഷേപിക്കുന്ന ഒരു നിലയുണ്ടായത്. നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. തുടർന്ന് സംഭവിച്ച കാര്യം എന്താ? അനിയേട്ടൻ ഇവിടെ പറഞ്ഞ പോലെ അല്ല, പോകുന്നു, തിരിച്ചു വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എക്സ്പ്ലനേഷൻ നൽകുന്നു. ആ നൽകുന്ന ഘട്ടത്തിലൊന്നും ആരും പ്രകോപനപരമായി സംസാരിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടായി റൂൾ 50യിലേക്ക് പോകുന്നു. റൂൾ 50 എന്താ ഗവൺമെൻറ് ചെയ്തത്? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ആ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളിൽ ഞങ്ങൾ അടിയന്തരമായും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. 12 മണി എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ അനൗൺസ് ചെയ്യുന്നു. ആ അനൗൺസ് ചെയ്ത ഘട്ടത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടെന്താ? ഇതപര്യന്തമുള്ള, ഞാൻ പുതിയ ആളാണ്, മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ അനുവദിക്കപ്പെട്ട അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതെ ഒരു പ്രതിപക്ഷവും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ശ്രീ അഭിലാഷ് അനിയാനോട് ഇവിടെ ചോദിച്ചതുപോലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം. പ്രതിപക്ഷത്തിന് ഈ വിഷയത്തോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ, ഗവൺമെന്റിനെതിരെ അവരുടെ വാദങ്ങൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കാവുന്ന ഒരു ഘട്ടമാണല്ലോ. ആ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ്? അവിടെ ബോധപൂർവമായ പ്രശ്നം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ വലിയ പ്രകോപന അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. ഇവിടെയും സംഭവിച്ച കാര്യം എന്താ? സ്പീക്കറുടെ പോഡിയത്തിലേക്ക്, ചേംബറിലേക്ക് തള്ളിക്കയറുന്നു ശ്രീ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ. അവിടെ അന്നേരം ഒരു വാച്ച് ആൻഡ് വാർഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയും സഭ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു അജണ്ട, ഒരു സ്ട്രാറ്റജി അനിൽകുമാർ പറഞ്ഞൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. ശരി, അങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് സഭ താൽക്കാലികമായി, ഇപ്പോൾ ഈ ഡെക്കോറം ഇല്ലാത്തത് കാരണം സഭ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സഭ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം 12 മണിക്ക് സഭ വീണ്ടും ചേരാലോ. അങ്ങനെയല്ല, സഭയിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനത്തെ ഒരു സാഹചര്യമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം സ്പീക്കറുടെ പോഡിയത്തിലേക്ക് കയറാൻ വലിയ തർക്കങ്ങൾ, ബഹളം. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിപ്പിടിക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വന്ന RSSന്റെ ഏജന്റാണ്, PR വർക്കാണ് മുഖ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞിട്ട് സ്പീക്കർക്കും മുഖ്യമന്ത്രിയോ ഭരണപക്ഷത്തെയോ കാണാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. സ്പീക്കർ 5-6 തവണ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോകാൻ പറയൂ, അല്ലെങ്കിൽ ഈ ബാനർ മാറ്റാൻ കഴിയും. സഭയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നു.
ഒരു സൈഡിലൂടെ പ്രതിപക്ഷ അംഗങ്ങൾ പോഡിയത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നു, വാച്ച് ആൻഡ് വാർഡ് മുഴുവൻ തടയുന്നു. മറുഭാഗത്ത് ബാനർ മറച്ചുകൊണ്ട് ഭരണപക്ഷത്തെ കാണാൻ പറ്റാത്ത നിലയിലേക്ക് സ്പീക്കറെ മറയ്ക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സ്പീക്കർക്ക് വരുന്നു. നിർത്തുകയല്ലാതെ മറ്റു പോംവഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൽക്കാലികമായി നിർത്താമായിരുന്നു, അതിനുശേഷം വീണ്ടും പുനരാരംഭിക്കുന്ന കാര്യം ആലോചിക്കായിരുന്നു. താൽക്കാലികമായി നിർത്തേണ്ട കാര്യം അത് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട ഒരു കാര്യം. ഒരു കാരണവശാലും സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം അഭിലാഷേ സ്പീക്കറുടെ ചേംബറിലേക്ക് തള്ളിക്കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള എക്സ്ട്രീം സ്റ്റെപ്പിലേക്കാണ് ഇന്ന് പ്രതിപക്ഷം പോയത്. എന്റെ ചോദ്യം ഇതാണ്, വളരെ ലളിതമായി ഞാൻ ചോദിക്കുന്നു. ഇന്നത്തെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷത്തിലെ സീനിയർ നേതാക്കന്മാർ ഒറ്റ വാക്ക് പറഞ്ഞാൽ പ്രതിപക്ഷാംഗങ്ങൾ അവരുടെ ചെയറിലേക്ക് പോകും. ഇന്നത്തെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യരുതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട പ്രതിപക്ഷത്തായിരുന്നു. അവർ ഉയർത്തിയ വിഷയത്തിൽ നിന്ന് അവർ പുറകോട്ട്.